ഹായ് ഗൈസ്, ദിവസങ്ങളോളം കേടുവരാതിരിക്കുന്ന ഒരു മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കണേ കേട്ടോ. മീൻ വരട്ടിയത്, അതാണ് ഈ മീൻ കറിയുടെ പേര്. അപ്പോൾ ഈ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3/4 കിലോ മീനാണ് എടുത്തേക്കണത്. മുഴിന്ന് പേരുള്ള മീനാട്ടോ എനിക്ക് കിട്ടിയത്. നല്ല കഷ്ണം മീനാണ്. അപ്പോൾ ഏത് കഷ്ണം മീൻ വെച്ചിട്ടും നമുക്ക് ഈ കറി തയ്യാറാക്കാൻ പറ്റും കേട്ടോ. ഞാനിത് മാർക്കറ്റിൽ നിന്ന് തന്നെ അതിൻ്റെ തൊലിയെല്ലാം പൊളിച്ച് കളഞ്ഞ് നന്നാക്കി വാങ്ങിയതാണ്. അപ്പോൾ നന്നായി കഴുകി വാരിയ ശേഷം കുറച്ച് സമയമായി ഞാൻ വെള്ളം വാരാൻ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചൂടായ മൺചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി തീരുന്നതോട് കൂടിയിട്ട് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ കരിയരുത് കേട്ടോ. ഉലുവ കളറ് മാറി ഒരു ചെറിയ ചുമപ്പ് കളറ് വരുമ്പോൾ നമുക്കിതിലേക്ക് 15 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. നല്ല ബ്രൗൺ കളറാവുന്നവരെ വഴറ്റി കൊടുക്കണത്. ഇനി ഇതിലേക്ക് ഒരു 20 ചെറിയ ഉള്ളി ചെറുതായിട്ട് വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 10 പച്ചമുളക് നടു കീറിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ എരിവുള്ള മുളകൊന്നുമല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 10 എടുത്തത്. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം സ്റ്റീലിൻ്റെ ചട്ടകാണല്ലോ ഉപയോഗിച്ചിരുന്നത് വഴറ്റാനായിട്ട്, നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ ഒരു കാര്യം ഇപ്പോഴാണ് പറയാൻ ഓർത്തത്. നമ്മൾ സാധാരണ മൺചട്ടികളിൽ സ്റ്റീലിൻ്റെയും അലൂമിനിയത്തിൻ്റെയൊക്കെ ചട്ടകങ്ങൾ ഉപയോഗിക്കാതെ ഇതുപോലെ മരത്തിൻ്റെ തവി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മൺചട്ടിയൊക്കെ കേട് വരാതിരിക്കും കേട്ടോ. സ്റ്റീലിൻ്റെ ചട്ടകം കൊണ്ടൊക്കെ നമ്മളിങ്ങനെ വഴറ്റുമ്പോൾ അതിൽ പോറൽ വീണിട്ട് വേഗം മൺചട്ടിയൊക്കെ കേട് വരും. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാട്ടോ ഞാൻ ഈ കാര്യം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി ആദ്യം വഴറ്റി കൊടുത്ത ശേഷം നമുക്ക് 3 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി ഇട്ട് എണ്ണ തെളിയണ വരെ ആദ്യം ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി അതിലേക്ക് പുളിവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ കപ്പിന് ഒരു അര കപ്പിൻ്റെ താഴെ പുളിവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വാളംപുളി പിഴിഞ്ഞത്, ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി കുതിർത്തി പിഴിഞ്ഞെടുത്താണ്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് ഇളക്കിയ ശേഷം 2 മീഡിയം വലിപ്പത്തിലുള്ള പഴുത്ത തക്കാളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വാളംപുളി പിഴിഞ്ഞത് ഒഴിച്ചിട്ടുണ്ടെങ്കിലും 2 തക്കാളിയും കൂടി ഇടുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കിയ ശേഷം മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത ശേഷം നമുക്ക് ആ ഗ്രേവിയൊക്കെ മീനിലേക്ക് നന്നായി ഒന്ന് ആക്കിയ ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. അപ്പോൾ 5-6 മിനിറ്റിന് ശേഷം ഞാൻ മൂടി തുറന്നപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് തവിയും കൊണ്ട് 4 വശം ഒന്ന് ഇളക്കി കൊടുത്ത്, മീൻ പൊടിയരുത് കേട്ടോ, അപ്പോൾ അതൊക്കെ ഇളക്കി കൊടുത്തിട്ട് ഉപ്പും പുളിയൊക്കെ പാകാണോ എന്ന് നോക്കിയ ശേഷം നമുക്ക് വീണ്ടും മൂടി വെച്ചൊരു 5-6 മിനിറ്റ് നേരം കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇരിക്കുമ്പോൾ ഒന്നും കൂടി വറ്റും. അപ്പോൾ ഈ മീൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയില്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് കേട്ടോ. അതുവരേക്കും ബൈ.